ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് രീതിയിലാണ് കേട്ടോ. അത് ആദ്യമേ ടാസ്ക് കൊടുത്ത് അങ്ങനെ ഒരു പരിപാടി ആയിരുന്നില്ല. ആദ്യം ക്യാമ്പയിനിങ് ആയിരുന്നു. 3 പേരുടെയും കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള 3 പേരുടെയും ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു ലൈവിനകത്ത്. ഒനീല്, അതേപോലെ ജിഷിൻ, പിന്നെ റെന 3 പേര് മുമ്പോട്ട് വന്ന് നിന്ന് അവരെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്ന് പറയണമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ നിന്ന് പറയണമായിരുന്നു, ലിവിംഗ് റൂമിൽ നിന്നിട്ട്. അപ്പോൾ 5 കാരണങ്ങളാണ് പറയേണ്ടത്. 3 പേരും അവർ വരുത്താൻ പോകുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ലിവിംഗ് റൂമിൽ വന്ന് നിന്ന് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. റെനയുടെയാണ് ഇത്തിരി അൺറിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഒട്ടും പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങളാണ് റെന പറയുന്നത് മൊത്തം. ക്യാപ്റ്റൻ ജോലിയൊന്നും ചെയ്യത്തില്ല, പിന്നെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെ റീസൺസ് ഒക്കെ റെന പറയുന്നുണ്ട്, പോയിന്റ്സ്. ഇതിവര് പറയുന്നതിന്റെ അടിസ്ഥാനത്തില് ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി റാങ്കിങ് കൊടുക്കണം. ക്യാപ്റ്റൻസി കാൻഡിഡേറ്റ്സിന് റാങ്കിങ് കൊടുക്കണം, ആരാണ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞതെന്നുള്ള അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒനീലിന് 9 വോട്ടുകൾ ലഭിക്കുകയുണ്ട്. 9 പേര് ഒനീലിനെ ഫസ്റ്റ് പറഞ്ഞു. പിന്നെ സെക്കൻഡ് വന്നത് ജിഷിനാണ്. പിന്നെ തേർഡ് വന്നത് റെനയാണ്. അപ്പൊ ഇങ്ങനെയായിരുന്നു റാങ്കിങ് വന്നത്. ഒനീലിന് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിൽ ഒനീൽ ക്യാപ്റ്റൻ ആയേനെ. അപ്പൊ ഒനീൽ ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒനീൽ എന്തോ സംഭവമാണെന്നുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നത് കേട്ടോ. ഒനീൽ ആ രീതിയിലാണ് സംസാരിച്ചത്. ലാലേട്ടൻ വന്നിട്ട് അത്രയും ആശ്വസിപ്പിച്ച് അത്രയും ഇത് ചെയ്തുകൊണ്ട് ഒനീൽ ഓർത്തോണ്ട് മസ്താനിയൊക്കെ ഔട്ട് ആയതുകൊണ്ട് ഒനീൽ ഓർത്തോണ്ടിരിക്കുന്നത് ഒനീൽ എന്തോ വലിയ സംഭവമാണെന്നാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് ഒനീൽ നടത്തിയത്. അപ്പോൾ ഒനീല് സംഭവമാണെന്ന് വീട്ടുകാരും വിചാരിച്ചു. അപ്പോൾ ഒനീലിനെയാണ് ഇവര് ഏറ്റവും സപ്പോർട്ട് ചെയ്തത്, ഹൗസ്മേറ്റ്സ് എല്ലാവരും, ഈ ഒരു ക്യാപ്റ്റൻ ആവുന്ന കാര്യത്തിൽ. പക്ഷെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നപ്പോ ജിഷിൻ അവിടെ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ജിഷിൻ അവിടെ തകർത്ത് പെർഫോം ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. ആ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു ടാസ്കിനകത്ത് ജിഷിൻ മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെച്ച് ക്യാപ്റ്റൻ ആവുകയായിരുന്നു. സെക്കൻഡ് വന്ന ആളാണ് ജിഷിൻ എന്ന് ഓർത്തോണം. ഹൗസ്മേറ്റ്സിന് ആർക്കും ജിഷിനെ ക്യാപ്റ്റനായിട്ട് കാണാൻ ആഗ്രഹമില്ലായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒനീലിനെ ആയിരുന്നു ക്യാപ്റ്റനായിട്ട് കാണാൻ ആഗ്രഹം. പക്ഷെ ഈ ഒരു ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ, ക്യാമ്പയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒലീനായിരുന്നു എന്നുണ്ടെങ്കിലും ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ ജിഷിൻ ക്യാപ്റ്റനായി. അങ്ങനെയാണ് ജിഷിൻ ക്യാപ്റ്റനായത്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞൊരു ക്യാപ്റ്റൻസി സെലക്ഷൻ ആയിരുന്നു ഇത്തവണത്തേത്. അതെന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാനായിട്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും